തെങ്ങോലയുടെ ഇംഗ്ലീഷ് എന്താണ്? ഈർക്കിൽ എന്നതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? തെങ്ങുമായി ബന്ധപ്പെട്ട ചില ഇംഗ്ലീഷ് വാക്കുകളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി തെങ്ങോല തന്നെ. കോക്കനട്ട് ഫ്രോണ്ട്, FRONT, കോക്കനട്ട് ഫ്രോണ്ട് അല്ലെങ്കിൽ ഫ്രോണ്ട് എന്നാണ് തെങ്ങോലക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. അതുപോലെ ഈർക്കിൽ എന്നതിന് മിഡ്രിബ് എന്ന് പറയാം. വേറെയും വാക്കുകളുണ്ട്. കോക്കനട്ട് ലീഫുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായ പാർട്സാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മിഡ്രിബ്, മട്ടൽ അല്ലെങ്കിൽ മടൽ പല സ്ഥലങ്ങളിലും പലതാണ് പറയുന്നത്. എന്തായാലും ഇംഗ്ലീഷിൽ അതിന് മിഡ്രിബ് എന്ന് പറയും. ഈർക്കിലിനും മിഡ്രിബ് എന്ന് പറയാറുണ്ട്. ഈർക്കിലിന് സ്റ്റോക്ക് എന്നും പറയാറുണ്ട്. ലീഫ് സ്റ്റോക്ക് എന്ന് വേണേൽ പറയാം. STALK, ലീഫ് സ്റ്റോക്ക്. ഈർക്കിലിന് തന്നെ വേറെയും പേരുകളുണ്ട്. പാച്ചിയോൾ എന്ന് പറയാം. PETIOLE, ഇങ്ങനെ പറഞ്ഞാലും ഈർക്കിലാണ്. അതുപോലെ നമ്മൾ ഈ കോക്കനട്ട് എല്ലാവർക്കും അറിയാം. കോക്കനട്ട്, തേങ്ങ, അതിന് എന്തൊക്കെയാണ്? പല പല ഭാഗങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭാഗമുണ്ട്, ഉറച്ച ഭാഗങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്ന്, കോക്കനട്ട് മിൽക്ക്, നമ്മൾ സാധാരണ കേൾക്കുന്ന തേങ്ങാപ്പാൽ. അതേപോലെ മറ്റൊന്നാണ് എൻഡോകാർപ്പ് എന്ന് പറഞ്ഞാൽ, എൻഡോകാർപ്പ് ചിരട്ടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ചിരട്ട, ഹാർഡ് ഷെൽ വിച്ച് പ്രൊട്ടക്ട്സ് ദി എൻഡോസ്പേം. എൻഡോസ്പേം എന്താണ്? ആ വെളുത്ത കാമ്പാണ്. അതിന് എൻഡോസ്പേം എന്നാണ് പറയുക. ENDOSPERM, എൻഡോസ്പേം. എൻഡോകാർപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ചിരട്ട. ENDOCARP, എൻഡോകാർപ്പ്. അതാണ് ഹാർഡ് ഷെൽ, ആ കട്ടിയുള്ള അത് ചിരട്ട. മറ്റൊന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, അത്രയും ഉപയോഗിക്കുക നമ്മളങ്ങനെ കോമൺ അല്ലെങ്കിലും, ഇൻഫ്ലോറസെൻസ് എന്ന് പറഞ്ഞാൽ കോക്കനട്ട് സ്പാഡിക്സ് അല്ലെങ്കിൽ സ്പീഡിക്സ് എന്ന് പറയും. കോക്കനട്ട് സ്പീഡിക്സ്, അതായത് അലച്ചിൽ എന്ന് മലയാളത്തിൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. ആ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്യുന്നത് അലച്ചിൽ, അലഞ്ഞു തിരിയല്ല, ഇതിൻ്റെ ഫ്ലവറാണ്. ട്രങ്കാണ് തടി. തെങ്ങിൻ്റെ ആ തടി നമ്മൾ വിളിക്കുന്നത് ട്രങ്ക് എന്നാണ്. അപ്പോൾ ഈ ചിരട്ടയെ പൊതിഞ്ഞിട്ട് പിന്നെ വരുന്നൊരു സാധനമാണല്ലോ ഒരു ചകിരിയൊക്കെയുള്ള, അതിനെ നമ്മൾ മൊത്തം വിളിക്കുന്ന പേര് ഹസ്ക് എന്നാണ്. HUSK, ഹസ്ക്. അപ്പം ഹസ്ക് എന്ന് പറഞ്ഞാൽ ചകിരിയ മൊത്തത്തിലുള്ള അതാണ്. അതിൽ തന്നെ നമുക്ക് ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഹസ്ക് ഉണ്ട്. ഫൈബ്രസ് ഹസ്ക് എന്ന് പറഞ്ഞാൽ ചകിരി തന്നെയാണ് അതും. അതിൻ്റെ ഹാർഡായിട്ടുള്ള ചകിരിൻ്റെ ഉള്ളിൽ ചിരട്ടയ്ക്ക് മുമ്പേ കുറച്ചുകൂടെ എന്താ പറയുക, കയറിനൊക്കെ ഉപയോഗിക്കുന്ന ആ തരത്തിലുള്ള അതിനെ നമ്മൾ വിളിക്കുന്നത് ഫൈബ്രസ് ആയിട്ടുള്ള ഹസ്കാണ്. പക്ഷെ അതിന് വേറൊരു പേരുണ്ട്, മീസോകാർപ്പ്, MESOCARP. അതേപോലെ ആ ചകിരി, അതിൻ്റെ മുകളിലുള്ള ചകിരി തൊണ്ടുണ്ടല്ലോ, ഹസ്ക് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിന് എക്സോകാർപ്പ് എന്നും പറയും. EXOCARP. വലിച്ചു നീട്ടാതെ വേഗം പറഞ്ഞു പോവുകയാണ്, നിങ്ങളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ കുറേ ദീർഘിച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത്രയും വേർഡ്സ്. പിന്നെ കുറേ ഉണ്ട് തെങ്ങിൻ്റെയും തേങ്ങയുടെയൊക്കെ ഭാഗങ്ങൾ. അത് അത്യാവശ്യമുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ അടിയിൽ ചോദിച്ചാൽ നമുക്കത് അങ്ങനെ തന്നെ കമൻറ്റിൽ തന്നെ മറുപടി പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.